ഹായ്, വെൽക്കം ടു മൈ ചാനൽ ഓൾ ഇൻ വൺ. ഞാനിന്ന് വെള്ളരിക്കായും മാമ്പഴവും ചേർത്ത ഒരു പുളിശ്ശേരി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2-3 നല്ലപോലെ പഴുത്ത മാമ്പഴവും ഒരു മുറി വെള്ളരിക്കായും എടുത്തിട്ടുണ്ട്. ഈ മാമ്പഴം ഇതുപോലെ പൂളി എടുക്കണം. നല്ലപോലെ ദശയുള്ള മാമ്പഴമാണ്. ഇത് നന്നായിട്ട് പൂളിയെടുത്ത് പുളി വേർപെട്ട് പോകണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പുളിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പേ വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് ഒന്ന് വേകാൻ തുടങ്ങുമ്പോൾ നമുക്കിതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനിയും കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും പാകത്തിന് എരിവുള്ള പച്ചമുളകും ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരയണം. നല്ലപോലെ അരച്ചെടുത്ത് എടുക്കാം. വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഇടാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും. ഇടയ്ക്കിത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. ഇതിലേക്ക് അരപ്പും ഒക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇതിനെയൊന്നും ഇതിനകത്ത് പച്ചമുളകിൻ്റെ ആ പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ തിളപ്പിക്കണം. തിളപ്പിച്ച് ഒരുവിധം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര്, ഒരുപാട് പുളി വേണ്ട, അല്ലെങ്കിൽ അന്നേരം മധുരവും പുളിയൊക്കെ അങ്ങ് ഒരുപോലെ നിൽക്കില്ല, പുളി കൂടുതലായി പോകും. അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കുന്നതിന് മുന്നേ വാങ്ങണം. കാര്യം പാല് തിളപ്പിക്കില്ലേ, പാല് തിളപ്പിക്കുമ്പം തിളച്ച് പോകുന്നതിന് മുന്നേ നമ്മൾ വാങ്ങില്ലേ എന്ന് പറഞ്ഞ പോലെ തിളയ്ക്കരുത്. തിളയ്ക്കുന്നതിന് മുന്നേ നല്ലതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും വാങ്ങണം. ഒക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് ഒരുവിധം ഒന്ന് വറ്റി ഒന്ന് ചെറിയ കൊഴുപ്പൊക്കെ ആയിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു എല്ലാം കൂടെ ഒക്കെ വെള്ളം ഒന്ന് വറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, അടിവശം മുഴുവൻ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ആദ്യം അങ്ങനെ കരിയാതെ നോക്കണം. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നു. ഇതിലേക്ക് നമുക്ക് ഒട്ടും അധികം പുളിയില്ലാത്ത തൈര്, പുളി വേണമെന്നുള്ളവർക്ക് പുളിയുള്ളത് ഒഴിക്കാം.
ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ ചേർക്കുന്നത്. ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാണ്, അപ്പം കുഴപ്പമില്ല. എങ്ങനെയായാലും നല്ല കട്ട തൈരാണ്. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കരുത്, തിളയ്ക്കുന്നതിന് മുന്നേ വാങ്ങണം കേട്ടോ. ഇതുപോലെ തിളച്ചു പോകരുത്, നല്ലപോലെ പതഞ്ഞ് വന്ന് കഴിയുമ്പം വാങ്ങി വെക്കണം. എന്നിട്ട് നമുക്കിതിന് കടുക് താളിക്കണം. കടുക് വറുക്കാനായിട്ട് വറ്റൽമുളക്, കുറച്ച് ഉലുവ, കടുക്, പിന്നെ കറിവേപ്പില, ഇത്രയും വേണം. വെളിച്ചെണ്ണയും. ഇനി വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ മാമ്പഴ പുളിശ്ശേരി, ഇത് വെള്ളരിക്ക ചേർത്ത മാമ്പഴ പുളിശ്ശേരി ശരിയായിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ, ബൈ.